मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഫുൾ പാന്റ് കട്ട് ചെയ്ത് ഹാഫ് പാന്റ് ആക്കുന്നു. അണി ഇന്ന് വീട് വൃത്തിയാക്കുന്നു. അടികൈ ജോർദാർ ഇവിടെ പോയി സാധനം വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതെയോ? എങ്കിൽ നീ താഴേക്ക് വാ. രാത്രി നേരത്തെ കറണ്ട് പോയി. ഹണിയുടെ വീഴ്ചയിൽ ഞാൻ ചമ്മന്തിയായി. അടികൈ അതിന് സാറിന് സൂക്ഷിച്ചു വന്നൂടായിരുന്നോ? പറയൂ, എന്താണ് ജോലി? ഇതെന്റെ വീടിന്റെ ചാവിയാണ്. നീ ഇത് സോർദാറിന് കൊടുക്കണം. എന്നിട്ട് അമ്മാവൻ വരുമ്പോ കൊടുക്കാൻ പറയണം. അങ്ങയുടെ വീടിന്റെ ചാവി എന്തിനാണ് സോർദാറിന്റെ അമ്മാവന് കൊടുക്കുന്നത്? എടാ, കൊടുക്കേണ്ടത് സോർദാറിന്റെ അമ്മാവനല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് സോർദാറിന് ചാവി കൊടുക്കുന്നത്? എടാ, എന്റെ അമ്മാവൻ വരുന്നുണ്ട്. എന്നാ പിന്നെ അങ്ങയുടെ അമ്മാവന്റെ കൈ കൊടുത്താ പോരെ? എന്തിനാ അത് സോർദാറിന് കൊടുക്കുന്നത്? എടാ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിങ്ങിന് പോകാനുണ്ട്. 2 മണിക്കുള്ള ട്രെയിനിന് അമ്മാവൻ ഇവിടെ എത്തും. മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായി. ട്രെയിനിൽ പോകുന്ന അമ്മാവന് സാറിന്റെ വീട്ടിലെ ചാവി കൊടുക്കണം, അങ്ങനെയല്ലേ? എടാ കഴുത, ട്രെയിനിൽ പോവുകയല്ല. പിന്നെ എന്തിനാ അമ്മാവന് വെറുതെ ചാവി കൊടുക്കുന്നത്? നീ ഇനി ചാവി കൊടുക്കണ്ട. നാട്ടിൽ നിന്ന് വരുന്ന അമ്മാവൻ ഇനി വീടിന് പുറത്ത് തന്നെ ഇരിക്കട്ടെ. ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നേക്കാം. ഓക്കേ? എന്തിനാണ് ആവശ്യമില്ലാതെ ഇത്രയധികം ദേഷ്യപ്പെടുന്നത്? എനിക്ക് തോന്നുന്നത് കണ്ണാ സാറിന്റെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ്. നില്ല് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട് വരൂ. ഈ ഭ്രാന്താശുപത്രിയും ചാടിയിട്ട് ഇപ്പൊ ഞങ്ങളെ ഓടിച്ച് ഭ്രാന്തനാക്കുകയാണ്. ഞാൻ പറയുന്നത് കേക്ക്. മര്യാദയ്ക്ക് ഭ്രാന്താശുപത്രിയിലേക്ക് വാ. നിൽക്ക്. ഞാൻ കർത്ത, എല്ലാവരുടെയും സുഹൃത്താ. ഇവനെ ഞാൻ പിടിക്കാം. ഒരു ഭ്രാന്തനെ പിടിക്കാനായിട്ട് മറ്റൊരു ഭ്രാന്തൻ പോവുകയാണ്. എന്തൊരു ഭ്രാന്ത് പിടിച്ച ലോകമാണിത്. അത് ശരി, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓടരുത്. അവിടെ നിൽക്കാൻ. താൻ കുറെ ഇടും. ഒന്ന് പോടാ അവിടുന്ന്. ഉടൻ തന്നെ റെയിൽവേ ലൈനിലേക്ക് പൊയ്ക്കോ. വേഗം വേണം. നിൽക്ക്. സോർദാറെ, കണ്ണാ സാറിന്റെ അമ്മാവൻ വരാൻ പോവുകയാണ്. അദ്ദേഹത്തിന് കഴിക്കാൻ വേഗം എന്തെങ്കിലും ഉണ്ടാക്ക. ഓക്കേ. താങ്ക് യു. രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്റെ പണി തീരുമായിരുന്നു. നന്ദി ഉണ്ട് അനന്തരവാ. അനന്തരവനോ? അപ്പൊ അങ്ങ് അമ്മാവനാണോ? നീ അനന്തരവനെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അമ്മാവൻ തന്നെയാണ്. അനന്തരവാ. അമ്മാവ നമസ്കാരം. നിങ്ങൾ ആദ്യം കേറിയിരിക്കൂ. ഞാൻ മുകളിലൊന്ന് വൃത്തിയാക്കിട്ട് വന്നേക്കാം. മോളിൽ കയറിയാൽ താഴെ വീഴും. എങ്കിൽ അങ്ങ് ഇവിടെ തന്നെ നിക്ക്. ഞാൻ താഴെ വീഴും. അപ്പൊ അങ്ങ് ഉടൻ തന്നെ എന്നെ പിടിക്കണം. എന്നെ കണ്ടു വട്ടനാന്ന് തോന്നുന്നുണ്ടോ? എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. അനന്തരവാ. ഇനി നീ എങ്ങനെയൊക്കെ വൃത്തിയാക്കിയാലും ഒരിക്കലും ഏണിന്ന് താഴെ വീഴില്ല. കേറിക്കോ. എന്താ പറ്റി? എന്റെ അമ്മാവ, എനിക്ക് മുകളിലേക്ക് പോവാൻ പറ്റുന്നില്ല. ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക്. ശ്രമിക്കുന്നവരെ കൊണ്ട് മാത്രമേ ജയിക്കുവാൻ കഴിയുകയുള്ളൂ. മനസ്സിലായോ? എന്ത് നല്ല കാര്യ പറഞ്ഞത്. അമ്മാവൻ എന്തായാലും ഒരു ബുദ്ധിമാൻ തന്നെയാണ്.
അസലായിട്ട് മണമടിക്കുന്നുണ്ട്. സംശയമുണ്ടോ? അതെ, കന്നാ സാറിന്റെ അമ്മാവൻ വരാൻ പോകുന്നു. അതുകൊണ്ടാ ഞാൻ ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കിയത്. സുഖമാണോ അനന്തരവന്മാരെ? അമ്മാവാ, അങ്ങ് എത്തിയോ? നമസ്കാരമുണ്ട്. നന്നായി വരൂ അനന്തരവന്മാരെ. ജോർദാർ അങ്ങയ്ക്ക് വേണ്ടി ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സംശയമുണ്ടോ? ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സാമ്പാർ ചട്നി ഇല്ലേ? അമ്മാവ, സാമ്പാറും ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ സാമ്പാർ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വട്ടനാണെന്ന് കരുതിയോ? സാമ്പാർ ചട്നി കഴിക്കണം, എന്തൊരു രുചിയാണെന്നറിയോ? അതെനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അത് ഞാൻ പറഞ്ഞു തരാം അനന്തരവാ. വാ, കിച്ചണിലേക്ക് പോവാം. ആദ്യം സാമ്പാർ ചട്ടിയിലൊഴിച്ച് എന്തെങ്കിലും പച്ചക്കറികൾ ഇടണം. എന്നിട്ട് ഇതിനകത്ത് 1 കിലോ ആട്ടയും 1 കിലോ മൈദയും ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കുറച്ച് കൂൾ ഡ്രിങ്ക്സ്, പിന്നെ കുറച്ച് ലസ്സി. ഓക്കെ, എന്നാൽ ഇതും കൂടെ കുറച്ചിരിക്കട്ടെ. കുറച്ച് പച്ചമുളകിന്റെ പേസ്റ്റും കൂടി ഇരിക്കട്ടെ. അല്പം മല്ലി, കുറച്ച് ലെമൺ. എന്നിട്ടെല്ലാം കൂടെ ഒന്നിച്ചിട്ട് അങ്ങോട്ട് ഇളക്ക്. ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ ചമ്മന്തി ഉണ്ടാക്കുകയാണോ അതോ ജോർദാറിനെ ചമ്മന്തി ആക്കുകയാണോ? സംശയമുണ്ടോ? എന്താ ഇത്രയും മതിയോ? ഇത്രയും ചട്നി മതി, എല്ലാം കഴിക്കാം അനന്തരവാ. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ ചെയ്യുക? അതിനെ കുറിച്ച് എനിക്കെന്തറിയാം? ഇത്രയും ചമ്മന്തിക്ക് മാത്രമാണെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയൊക്കെ ഉണ്ടാക്കിയത്? ചിലപ്പോ ഈ അമ്മാവന് വട്ടായിരിക്കോ? അമ്മാവാ, ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് ചമ്മന്തിയെ അല്ല അനന്തരവാ. എങ്ങനെ എങ്ങനെ എങ്ങനെയുണ്ട്? ഒന്നുകൂടെ ചെയ്യ അനന്തരവാ, വേഗം. അങ്ങനെ വെറുതെ ചെയ്യുകയില്ല. അവൻ എരി ഇപ്പൊ കഴിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഫയർ ഷോട്ട് ഉണ്ടായത്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അമ്മാവ, ചമ്മന്തി അടിപൊളിയായിട്ടുണ്ട്. ഇനിയെങ്കിലും വേഗം കഴിക്കേ. ഓക്കെ ഓക്കെ, വേഗം TV ഓൺ ചെയ്യ്. ഞാൻ TV കണ്ടോണ്ടിരുന്ന് കഴിച്ചോളാം. അനന്തരവാ, ടിവിയിൽ എന്റെ ഫോട്ടോ വരുന്നുണ്ട്, നോക്ക്. ഓ, ഇങ്ങോട്ട് നോക്കൂ. ഈ ഫോട്ടോ ശരിക്കും നോക്കൂ. ഈ വട്ടൻ എന്റെ ആശുപത്രിയിൽ നിന്നും ചാടിപ്പോയതാണ്. ഈ വട്ടനെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വട്ടാകാതെ അവനെ എത്രയും വേഗം എന്റെ ആശുപത്രിയിൽ എത്തിക്കണം. ഇയാൾ വട്ടനായിരുന്നോ? നിങ്ങൾ കന്നാ സാറിന്റെ അമ്മ അവനല്ല. സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഞാൻ എപ്പോഴാ പറഞ്ഞത് ഞാൻ കന്നയുടെ അമ്മാവനാണെന്ന്? അനന്തരവാ, അമ്മാവൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ അനന്തരവെന്ന് വിളിക്കുന്നത്? ഞാൻ കണ്ണി കാണുന്നവരെല്ലാം അനന്തരവാ എന്നാണ് വിളിക്കാറ്. എനിക്ക് വാക്കിങ്ങിനുള്ള സമയമായി അനന്തരവാ. ഇയാളെ എത്രയും പെട്ടെന്ന് ബാലുവിന്റെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. രക്ഷിക്ക അമ്മാവ, രക്ഷിക്ക. പിടിക്കയാളെ, ചിലപ്പോ താഴെ വീഴും. ഞാൻ താഴേക്ക് വീഴുവൊന്നുമില്ല. ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടിയായത്.
അത് ശരി, എങ്കിൽ നമുക്ക് തൊട്ട് കളിക്കാമല്ലേ? എന്നെ ആരെ കൊണ്ടും തൊടാൻ പറ്റുകയില്ല. ദേ പോണു. ഞാൻ ഔട്ടായി. എന്നാ ശരി, ഇനി നിങ്ങൾ ഓടിക്കോ, ഞാൻ നിങ്ങളെ തൊടാം. ഓക്കേ, ഞങ്ങൾ റെഡിയാണ്. വേണ്ട. നമുക്ക് ഒളിച്ചു കളിക്കാം. നിങ്ങൾ ഡോക്ടർ ബാലുവിനൊപ്പം പോയി ഒളിക്കേ, ഞങ്ങൾ കണ്ടുപിടിക്കാം. ഇങ്ങോട്ട് വരൂ. ഞാൻ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കാം. നിന്നെ ആർക്കും കണ്ടെത്താനാവില്ല. ഓക്കെ, ഈ പ്രാവശ്യം എനിക്ക് തന്നെ ജയിക്കണം അനന്തരവാ. പോകാം. അയാളൊരു വട്ടനാണെന്നുള്ള കാര്യം അയാൾക്ക് തന്നെ അറിയില്ല. വല്ലാത്തൊരു ക്യൂട്ട് തന്നെയാ. ഒരു പക്ഷേ അമ്മാവൻ കുറച്ചു നേരം കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ തീർച്ചയായും പ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. സംശയമുണ്ടോ?